ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സൺഡേ അല്ലേ. അപ്പോൾ കുറച്ച് സമയം കൂടി ഉറങ്ങി നല്ലപോലെ ലേറ്റായി എണീക്കാൻ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കണമെന്ന് ഒരു പിടിയും കിട്ടാത്ത അവസ്ഥയിൽ ഞാൻ സിമ്പിളായിട്ടൊരു ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കി. നല്ല പശു നെയ്യൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പശു നെയ്യ് ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഭയങ്കര ടേസ്റ്റാണ് ഈ ഗോതമ്പ് ദോശ കഴിക്കാൻ വേണ്ടി. അതിൻ്റെ കൂടെ കഴിക്കാൻ സൈഡായിട്ട് നല്ല ആഗോലി മീനുണ്ടായിരുന്നു. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ്. അതാണ് ഇന്ന് കറി വയ്ക്കുന്നത്. ഫ്രഷ് മീനാണിത്. ഇത് മുറിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് സ്പീഡിൽ മുറിക്കാൻ പറ്റും. കാരണം അത്ര വലിയ കച്ചറിയും വേസ്റ്റൊന്നും ഇല്ലാത്തൊരു മീനാണ്. വേഗത്തിൽ മുറിക്കാൻ പറ്റുന്നൊരു മീനാണ്. അത് നല്ലപോലെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മുളകിട്ട് വെക്കാൻ നല്ല ടേസ്റ്റാണ്. അത് ക്ലീനാക്കി എന്നതിന് ഇടയിൽ ഞാൻ ഉള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയെല്ലാം സൈഡിൽ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം മുറിച്ച് നല്ല നീറ്റാക്കി വെച്ചു. നമ്മുടെ മീനൊക്കെ മുറിച്ച് കഴിയാറായി. ഉപ്പിലിട്ട് നല്ല വൃത്തിയിൽ കഴുകി വെച്ചിട്ടുണ്ട്. ഇതിനെ കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടി കുറച്ച് പീസ് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് നല്ല വരയൊക്കെ ഉപ്പുമുളകൊക്കെ പെരക്കി നമുക്ക് മാറ്റി വെക്കാം. നാളെയെങ്കിലും അതെടുക്കാമല്ലോ. അങ്ങനെ അതവിടെ വെച്ച് കുറച്ച് ഉപ്പും, മഞ്ഞൾ, മുളക് പൊടി, വാളംപുളി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വെള്ളത്തിൽ. അതും കുറച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തു. നല്ല പേസ്റ്റ് രൂപത്തിലാക്കി ഇതെല്ലാം കൂടി മിക്സാക്കിയതിന് ശേഷം ഈ മീനിലേക്ക് നല്ലപോലെ പുരട്ടി വെക്കുക. അതിൻ്റെ അകത്തും പുകർത്തും ഒക്കെ ആയിട്ട് നല്ല വൃത്തിയിൽ പുരട്ടിയിട്ട് അവിടെ വെക്കാം. ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ബാക്കിയുള്ള മീൻ കൂടി ഇതിലിട്ട് ഉള്ളി, തക്കാളിയെല്ലാം മുറിച്ച് വെച്ച് തൊട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും, കുരുമുളക് പൊടിയാണ് ഞാൻ കുറച്ച് യൂസ് ചെയ്യുന്നത്. മുളക് പൊടിയോട് കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ല ഇതിൽ വേവിച്ചെടുക്കാം. വാളംപുളിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കുറച്ച് കറിവേപ്പില അതിന് മുകളിലിട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇതായിക്കൊണ്ടിരിക്കുകയാണ്. ചപ്പാത്തിക്കും ചോറിനും എല്ലാം ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് വെളുത്തുള്ളി കൂടി അതിന് മുകളിലിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് മുകളിൽ തളിച്ച ശേഷം കുറച്ച് വറ്റിയ ശേഷം നമുക്ക് ഇറക്കി വെക്കാം. 2 സ്പൂൺ വെളിച്ചെണ്ണ വെച്ചു. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. കുറച്ചുകൂടി വറ്റണം. എന്നിട്ട് നമുക്ക് ദോശയുടെ കൂടെ കഴിക്കാം. കണ്ടോ ഇനിയുണ്ട്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.